നിങ്ങളൊരു ബാഴ്സ ഫാനാണോ? നിങ്ങളൊരു ട്രൂ ബാഴ്സ ഫാനാണെങ്കിൽ ഈ ടീമിന്റെ ഫാൻ ആയതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. എനിക്ക് അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെയുള്ള മത്സരം കണ്ടപ്പോൾ എനിക്ക് തോന്നിയതായിരുന്നു. ആ ഒരു ആരാധകർക്ക് വേണ്ടി കളിക്കുന്ന ഒരു ടീം ഫസ്റ്റ് ലെഗിൽ 4 ഗോളിന് പുറകിൽ പോയതിനു ശേഷം സെക്കൻഡ് ലെഗിൽ 4 ഗോൾ അടിച്ച് തിരിച്ചു വരിക എന്ന് പറയുന്നത് ലിറ്ററലി ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. 99% നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. എന്നാൽ 1% സാധ്യത വെച്ചിട്ട് ഇതിനു മുമ്പ് നിങ്ങൾ ഇത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഫുട്ബോൾ ലോകത്തിന് മുന്നിൽ ഇതിനു മുമ്പ് നിങ്ങൾ ഇത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. MSN കളിച്ചിരുന്ന കാലഘട്ടത്തിൽ അത് വിശ്വസിച്ചിട്ടായിരുന്നു എല്ലാവരും ഈ ഒരു കളി കണ്ടിരുന്നത് തന്നെ. 4 ഗോളിന് ഫസ്റ്റ് ലെഗിൽ പുറകിൽ പോയി സെക്കൻഡ് ലെഗിൽ 4 ഗോൾ അടിച്ച് തിരിച്ചു വരും എന്നതായിരുന്നു എല്ലാവരും പ്രതീക്ഷിക്കുന്ന കാര്യം. എന്നാൽ മത്സരം നിങ്ങൾക്ക് ജയിക്കാനായി. എതിരില്ലാത്ത 3 ഗോളുകൾക്ക് നിങ്ങൾ ജയിച്ചു. പക്ഷേ കോമ്പറ്റീഷനിൽ നിന്ന് പുറത്തായി. ആദ്യത്തെ ലെഗിൽ വഴങ്ങിയ 4 ഗോൾ അഗ്രിഗേറ്റ് 4-3 എന്ന സ്കോറിന് നിങ്ങൾ പുറത്തായി. അതായത് അത്ലറ്റിക്കോ മാഡ്രിഡിനെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് ബാഴ്സയ്ക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് അവർ ചെയ്തു. പക്ഷെ 4 ഗോൾ അടിക്കുക എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമായിരുന്നു. അത് ചെയ്യാൻ കഴിഞ്ഞില്ല. അവിടെ ബാഴ്സ തോറ്റു എന്നതാണ്. അപ്പോൾ ഈ ഒരു മാച്ചിൽ എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത് 3 കാര്യമാണ്. ഒന്നാമത്തത്, ബാഴ്സലോണയുടെ ഫാൻസ്. ഏതൊരു ടീമും കൊതിക്കൂടെ ഇങ്ങനത്തെ ഫാൻസിനെ കിട്ടാൻ. ഗ്രൗണ്ടിനകത്തും ഗ്രൗണ്ടിന് പുറത്തും നിങ്ങൾ വേറെ ലെവൽ സപ്പോർട്ടാണ് ഈ ഒരു ടീമിന് നൽകിയിട്ടുള്ളത്. കളി കണ്ടവർക്കറിയാം, ഓരോ വിസിലിനും, ഓരോ ഫൗളിനും, ഓരോ റീസ്റ്റാർട്ടിനും, ഓരോ മൂമെന്റിനും ആരാധകരുടെ ആ ഒരു ഇളക്കം ആ ഒരു ഗ്രൗണ്ടിൽ കാണാൻ പറ്റുമായിരുന്നു. 1,05,000 മുകളിൽ ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ടാണ് ക്യാമ്പ് നൗ. പക്ഷേ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയും പേർക്കൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ പകുതി കപ്പാസിറ്റി എന്തോ ഉള്ളൂ. അത്രയും കപ്പാസിറ്റിയിൽ അത് ഫുള്ളാക്കിയിട്ട് ആരാധകർ കൊടുത്തിട്ടുള്ളൊരു പിന്തുണയുണ്ട്. അത് വേറെ ലെവലാണ്. സോഷ്യൽ മീഡിയയിൽ കടന്നിട്ട് എന്ത് വേണമെങ്കിൽ വിളിച്ചു പറയാം, അതൊക്കെ വേറെയാണ്. പക്ഷെ ഗ്രൗണ്ടിൽ പോയി ടീമിനെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് ഒരു ട്രൂ ഫാൻ ചെയ്യേണ്ട ഒരു കാര്യം. നമ്മളെ കൊണ്ട് അതിന് കഴിയത്തില്ല, കാരണം അത്രയും ദൂരെയാണ്. പക്ഷേ അവിടെ ഉള്ളവരത് പ്രോപ്പറായിട്ട് ചെയ്തു. ടീമിന് കൊടുക്കേണ്ട സപ്പോർട്ട് കൊടുത്തു. സാധാരണ ഫസ്റ്റ് ലെഗിൽ 4 ഗോളൊക്കെ കൺസീഡ് ചെയ്താൽ സെക്കൻഡ് ലെഗിൽ കളി കാണാൻ തന്നെ ആൾക്കാർ വരാത്ത സാഹചര്യമൊക്കെ ഉണ്ട്. ചില ടീമൊന്നും കളി കാണാനേ വരത്തില്ല, പോയി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, അവർ അത്രയും സപ്പോർട്ട് നൽകി. ഇനി രണ്ടാമത്തെ കാര്യം, പ്ലേയേഴ്സിൻ്റെ മെൻറ്റാലിറ്റി. കോച്ചായിട്ടുള്ള ഹാൻസി ഫ്ലിക്ക് ഒരു ജർമ്മൻകാരനാണ്. ജർമ്മൻ മെൻറ്റാലിറ്റി എന്നൊക്കെ പറയുന്ന സാധനമാണ്. അദ്ദേഹം പ്ലേയേഴ്സിന് ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ആ ഒരു DNA. ആ ഒരു ആരാധകരുടെ ആ ഒരു പിന്തുണ അതേപോലെ സ്വീകരിച്ചിട്ട് ഗ്രൗണ്ടിൽ അവർ വേറെ ലെവലിലുള്ളൊരു പെർഫോമൻസ് ആണ് നടത്തിയത്. വേറെ ലെവലൊരു ഇമ്പാക്റ്റ് നടത്തിയിരുന്നു. കളിയുടെ തുടക്കം മുതൽ ഫസ്റ്റ് വിസിൽ മുതൽ അവസാന വിസിൽ വരെ എല്ലാ പ്ലേയേഴ്സും, കുറ്റം പറയാനായിട്ടോ നെഗറ്റീവ് പറയാനായിട്ടോ ആരുമില്ല, എല്ലാ പ്ലേയേഴ്സും അവരുടെ ആ ഒരു മാക്സിമം എഫേർട്ട് നൽകി. പ്രസ്സിങ് വേറെ ലെവൽ പ്രസ്സിങ്. ഹൈലൈനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ബാഴ്സയുടെ മാച്ച് സ്ഥിരമായിട്ട് കാണുന്ന ആളാണ് ഞാൻ. പക്ഷേ ഈ മാച്ചിൻ്റെ ആദ്യ പകുതിയൊക്കെ വേറെ ലെവൽ ഹൈലൈൻ ആയിരുന്നു ബാഴ്സ യൂസ് ചെയ്തിരുന്നത്. സെക്കൻഡ് ഹാഫ്, അതായത് അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ആ ഒരു ഹാഫിന്റെ പകുതിയിലാണ് ഡിഫൻഡേഴ്സ് ഒക്കെ നിൽക്കുന്നത്. ആ രീതിയിലുള്ള ഒരു ഹൈലൈന് സെറ്റ് ചെയ്തു. അത് മാത്രമല്ല, പ്രസ്സിങ് വേറെ ലെവല് ഒരു പ്രസ്സിങ് കാഴ്ചവെച്ചു. കുറേ അറ്റാക്കിങ്, കുറേ നല്ല ചാൻസസ് ക്രിയേറ്റ് ചെയ്തു. എല്ലാത്തിനും ഉപരി എനിക്ക് എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കീപ്പർ ഉൾപ്പെടെ ബാഴ്സയുടെ എൻറ്റയർ പ്ലേയേഴ്സ് ഇന്റർസെപ്ഷൻസും അതുപോലെ തന്നെ ആ ഒരു ബ്ലോക്കും എല്ലാം ചെയ്തു. ഈ ഒരു മാച്ചിൽ ബോൾ റിക്കവറി, എല്ലാ പ്ലേയേഴ്സും ബോൾ റിക്കവർ ചെയ്യുന്ന കണ്ടു. അങ്ങനെ എൻറ്റയർ ബാഴ്സ സ്ക്വാഡ്, എൻറ്റയർ ബാഴ്സ ടീം ഈ ഒരു മാച്ചിൽ 4 ഗോൾ അടിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചു എന്നതാണ്. നമ്മൾ ജയിക്കുക എന്ന് പറയുന്നതൊക്കെ പിന്നീടാണ്, അതൊക്കെ രണ്ടാമത്തെ കാര്യം. മാക്സിമം ശ്രമിക്കുക, അതാണ് ആദ്യത്തെ കാര്യം. അത് നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തു. 3 ഗോൾ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി മറ്റൊരു മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാർക്ക് ദ ബസ്. ഈ ഒരു സ്ട്രാറ്റജിയും കൊണ്ടാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് വരിക എന്ന് പറയുന്നത് എല്ലാ കൊച്ചു പിള്ളേർക്ക് പോലെ അറിയുന്ന കാര്യമാണ്. കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ആദ്യത്തെ 20 മിനിറ്റ് വളരെ ക്രൂഷ്യലാണ്. അവിടെ ഗോൾ അടിക്കാൻ പറ്റിയാൽ മാത്രമേ കളിയിൽ നിങ്ങൾക്ക് 4 ഗോളൊക്കെ അടിക്കാൻ പറ്റത്തുള്ളൂ. ആദ്യത്തെ 20 മിനിറ്റിൽ ഗോളൊന്നും വന്നില്ല. അതുപോലെ തന്നെ 72-ാം മിനിറ്റിലായിരുന്നു മൂന്നാമത്തെ ഗോൾ വരുന്നത്. അവസാന 20 മിനിറ്റ് ഗോൾ അടിക്കാനേ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതും അതുപോലെ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സിസ്റ്റം അങ്ങനെയാണ് വർക്ക് ആകുന്നത്. ഓരോ മിനിറ്റ് കഴിയുന്നതോറും സ്ട്രോങ് ആയിക്കൊണ്ടേയിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഗോൾ ആദ്യമേ അടിക്കുക. ഗോൾ ആദ്യമേ അടിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സിസ്റ്റം മൊത്തത്തിൽ ഇളകും. പിന്നീട് ഈസിയാണ് കാര്യങ്ങൾ. പക്ഷെ ആദ്യമേ അതിന് കഴിഞ്ഞില്ല. അവർ സ്റ്റേബിളായി. പിന്നീട് ഗോളുകൾ വന്നു. 3 ഗോൾ അടിച്ചു എന്ന് പറയുന്നത് ആ ഒരു സിസ്റ്റം തകർന്നു എന്നത് തന്നെയാണ് അതിനെ സൂചിപ്പിക്കുന്നത്. പക്ഷെ അവരെ സംബന്ധിച്ച് 4 ഗോളുകൾ ഡിഫെൻഡ് ചെയ്യുക എന്നതാണ്. അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ആ ഒരു
മിഡ്ഫീൽഡിൽ കളിച്ചിരുന്ന കോക്ക് എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട്. KOKE അങ്ങനെയാണ്, അതിൻ്റെ ഉച്ചാരണം എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ആ ഒരു പ്ലെയർ കോക്കിയ അങ്ങനെ എന്താണ്, ആ ഒരു പ്ലെയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിരുന്നു മത്സരത്തിൻ്റെ ഇടയ്ക്ക്. ആ ഒരു പ്ലെയർ ഗെയിം കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു, മത്സരം എത്രയും പെട്ടെന്ന് തീർന്നാൽ മതി എന്നൊരു ഫീൽ അവർക്ക് തോന്നി ആ മൂന്നാമത്തെ ഗോൾ കണ്ടതിന് ശേഷം. അങ്ങനത്തെ ഒരു ഫീൽ അവർക്ക് തോന്നി എന്നതാണ്. അത് തന്നെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. 3 ഗോളുകൾ അടിച്ചു. എനിക്ക് തോന്നി എപ്പോൾ വേണമെങ്കിലും 4ാമത്തെ ഗോൾ വരാനുള്ള സാധ്യതകളുണ്ടായിരുന്നു. ബാഴ്സയെ സംബന്ധിച്ച് അവർക്കൊരു പ്രോപ്പർ സെൻറ്റർ ഫോർവേഡ് കൂടി ഉണ്ടെങ്കിൽ കുറേ കൂടി ഇമ്പാക്റ്റ് അവർക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ലെവൻഡോസ്കിയുടെ ആ ഒരു മിസ്, അത് മാത്രമല്ല ലെവൻഡോസ്കിക്ക് പ്രായമായിട്ടുണ്ട്. ഒരു പ്രോപ്പർ സെൻറ്റർ ഫോർവേഡിനെ, കുറച്ചുകൂടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സെൻറ്റർ ഫോർവേഡിനെ ബാഴ്സ സൈൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും ബാഴ്സ ഫാൻസിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് സങ്കടമുള്ള കാര്യം തന്നെയാണ് ബാഴ്സ പുറത്തായി. പക്ഷേ ബാഴ്സ ഫാൻ എന്ന നിലയിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. ഈ ടീം നൽകിയിട്ടുള്ള ആ ഒരു എഫേർട്ട് ഉണ്ടല്ലോ, എല്ലാത്തിലും ഉപരി അതാണ്. നമുക്ക് കിട്ടുന്നോ ഇല്ലയോ അതൊക്കെ പിന്നെ, നമ്മൾ അതിനുവേണ്ടി എന്തോരം ശ്രമിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. 100% എഫേർട്ട് ഇട്ട് ശ്രമിക്കുക. അത് ബാഴ്സ താരങ്ങളെല്ലാം ചെയ്തു. എടുത്തു പറയേണ്ട കുറച്ച് പേരുണ്ട്. മാർക്ക് ബെർണാഡ് 2 ഗോൾ അടിച്ചു എന്ന് മാത്രമല്ല, ആ മിഡ്ഫീൽഡിൽ വേറെ ലെവൽ ഒരു പെർഫോമൻസ് ആയിരുന്നു ബെർണാഡ് നടത്തിയിട്ടുണ്ടായിരുന്നത്. പെഡ്രി എല്ലാ മത്സരം പോലെ ഈ മത്സരത്തിലും വേറെ ലെവൽ പെർഫോമൻസ്. യമാലിൻ്റെ ഫസ്റ്റത്തെ ആ ഒരു അസിസ്റ്റ് അത് പറയാതിരിക്കാൻ പറ്റൂല. കാരണം ആ ഒരു ഷോർട്ട് കോർണർ എടുത്ത് പോകുന്ന സമയത്ത് 2 ഡിഫൻഡേഴ്സ് ഫ്രണ്ടിലുണ്ടായിരുന്നു. ആ 2 സാധാരണ ഒരു ഓർഡിനറി പ്ലെയർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ആ 2 ഡിഫൻഡേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ അത് ബോക്സിൻ്റെ ആ ഒരു ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു പ്ലെയറിലേക്ക് ഒരു പാസ് നൽകും. അല്ലാത്ത സാഹചര്യത്തിൽ ഒരു ബാക്ക് പാസ് നൽകും. എന്നാൽ അവിടെ ഇല്ലെങ്കിൽ ക്രോസ് ചെയ്യും. പക്ഷെ അവിടെ ഇതൊന്നും ചെയ്തില്ല. ആ 2 പ്ലെയറെ മടക്കി അകത്തേക്ക് കയറിയിട്ടൊരു കട്ട് പാസ് പോലത്തെ ഒരു സാധനം വെച്ചു കൊടുത്തു. വേറെ ലെവല് ഒരു ഗെയിമാണത്, ഒരു ഇൻ്റലിജൻ്റ് ആണത്. ഓർഡിനറി പ്ലേയേഴ്സ് ഒന്നും ചെയ്യാത്തൊരു കാര്യം. അറിയാലോ, യമാൽ ഒരു ഓർഡിനറി അല്ല, അതൊരു എക്സ്ട്രാ ഓർഡിനറി സാധനമാണ് യമാൽ. അപ്പോൾ യമാലിൻ്റെ ഭാഗത്തുനിന്ന്, അതുപോലെ തന്നെ റാഫീഞ്ഞ വേറെ ലെവലിൽ ഒരു പെർഫോമൻസ് നടത്തി. അതുപോലെ തന്നെ ഡിഫൻസിൽ പൗ കുബാർസി, ജുവോ കാൻസലോ എൻ്റെ ഒരു ഫേവററ്റ് വിങ് ബാക്കാണ്. ഈ മാച്ചിൽ ലെഫ്റ്റ് ബാക്കായിട്ടും റൈറ്റ് ബാക്കായിട്ടും മാറി കളിക്കേണ്ട ഒരു സാഹചര്യത്തിൽ വന്നിരുന്നു, എഞ്ചുറിയൊക്കെ വന്നതുകൊണ്ട്. അതായത് പ്ലേയേഴ്സിന് എഞ്ചുറി പറ്റിയതുകൊണ്ട് ആദ്യം ലെഫ്റ്റ് ബാക്ക് ആയിട്ട് കളിച്ചു. ലെഫ്റ്റ് ബാക്ക് ആയിട്ട് കളിക്കുന്ന സമയത്ത് റൈറ്റ് ബാക്കിന് എഞ്ചുറി പറ്റുന്നു. അപ്പോൾ ടീമിലുള്ളത് മറ്റൊരു ലെഫ്റ്റ് ബാക്കാണ്. അപ്പോൾ ലെഫ്റ്റ് ബാക്കിനെ അവിടെ കളിപ്പിച്ചിട്ട് ജോ കാൻസലോനെ റൈറ്റിൽ കളിപ്പിക്കുന്നു. അതിനുശേഷം റൈറ്റിലാണ് അദ്ദേഹം കളിച്ചത്. അപ്പോൾ ലെഫ്റ്റിലും റൈറ്റിലും മാറി കളിച്ചു. ഈ മത്സരത്തിൽ നല്ലൊരു പെർഫോമൻസ് നടത്തി കാൻസലോ. അതുപോലെ പൗ കുബാർസി ഈ ഒരു മാച്ചിൽ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് നടത്തി. ആ കുറ്റം പറയാനായിട്ട് ആരുമില്ല എന്നതാണ് ഈ ഒരു മാച്ചിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. സബ്ബായിട്ട് ഇറങ്ങിയവർ നന്നായിട്ട് തന്നെ കളിച്ചു. അപ്പോൾ ബാഴ്സ ഫാൻ എന്ന നിലയിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. ടീം പൊരുതിയിട്ടുണ്ട്. നമുക്ക് വേണ്ടത് അതാണല്ലോ. 90 മിനിറ്റ് എൻ്റർടൈനിങ് ആയിരിക്കുക എന്നതാണ് ഒരു ഫുട്ബോൾ ഫാൻ എന്ന നിലയിൽ എനിക്ക് ആവശ്യം. അതിപ്പോൾ ഏത് ടീമായാലും ശരി, ചെറിയ ടീമോ വലിയ ടീമോ, 90 മിനിറ്റ് കളി കാണുമ്പോൾ നിങ്ങൾ കപ്പടിക്കുന്നോ കളി ജയിക്കുന്നോ അതൊക്കെ പിന്നീട്. 90 മിനിറ്റ് കളിയിൽ നിങ്ങൾ ആരും 100% എഫേർട്ട് ഇട്ട് കളിക്കുന്നുണ്ടോ, ആ ഒരു കളി കാണാൻ ഒരു ഭംഗിയുണ്ടോ, എല്ലാത്തിലും ഉപരി ഇതൊരു എൻ്റർടൈൻമെൻറ്റോടെയാണ്. ഫുട്ബോൾ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ഇമോഷനാണ്. എനിക്ക് ഇമോഷൻ ഒപ്പം ഇതൊരു എൻ്റർടൈൻമെൻറ്റ് കൂടെയാണ്. നമുക്കത് ആസ്വദിക്കാൻ കൂടെ കഴിയണമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ഫുട്ബോൾ കാണാൻ കഴിഞ്ഞു എന്നതിൽ ഒരു ഫുട്ബോൾ ഫാൻ എന്ന നിലയിൽ ഞാൻ ഹാപ്പിയാണ്. ഇനി നിങ്ങളെ ട്രോളാൻ സാധ്യതയുണ്ട്, റൈവൽ ടീമിൻ്റെ ആരാധകരൊക്കെ നിങ്ങളെ ട്രോളാൻ സാധ്യതയുണ്ട്. നിങ്ങളതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുട്ബോൾ കളി കാണുന്ന ഒരു ഫുട്ബോൾ ഫാൻ ഒരിക്കലും നിങ്ങളെ ട്രോളത്തില്ല. ഈ മാച്ച് കണ്ടിട്ടുള്ളൊരു ഫാനും നിങ്ങളെ ട്രോളത്തില്ല. കാരണം അത്രയും എഫേർട്ടായിരുന്നു ഈ മത്സരത്തിൽ എൻ്റയർ ബാഴ്സ ടീം, എൻ്റയർ ബാഴ്സ സ്റ്റാഫ്, അതുപോലെ തന്നെ ബാഴ്സയുടെ ആരാധകർ നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ ഒപ്പീനിയൻ എന്ത് തന്നെയാണെങ്കിൽ കമൻറ്റ് ബിലോ. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുഡേൽ.